ഹലോ. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഒരു ഭയങ്കര നല്ല വെയിലുള്ളൊരു ദിവസമാണ് കേട്ടോ. ആ മിസ്റ്റി ക്ലൈമറ്റ് അങ്ങനെയൊന്നുമില്ല. പിന്നെ അതിങ്ങനെ മാറി മാറി വരും ഓരോ ദിവസവും ഓരോ ഇത്. അപ്പം ഇതെൻ്റെ കുറച്ച് ചെടി കളക്ഷനാണ്. ഇത് ഡാലിയ എന്ന് പറയുമ്പോൾ കുറേ കളറുണ്ട്. ഈ റെഡുണ്ട്, യെല്ലോ ഉണ്ട്. പിന്നെ ഇതെൻ്റെ കുറേ റോസ് കളക്ഷൻ. ഇതൊരു റോസ് കളറാണ്. എനിക്കൊരു റെഡ് വെൽവെറ്റ് ടൈപ്പ് ഒരു റോസ് ഉണ്ട്, പക്ഷേ അതിനിപ്പോൾ ഫ്ലവറൊന്നുമില്ല. അടുത്തത് റംബൂട്ടാൻ എന്ന് പറയുന്നത് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നതാണ്, പക്ഷേ അത് അത്രേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് വേറൊരു റോസ്, അതിനകത്തൊരു പിങ്കിഷ് ഷെയ്ഡ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതും എൻ്റെ ഡാലിയ കളക്ഷനാണ് കേട്ടോ. അത് റെഡുണ്ട്, വയലറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇതൊരു ചെമ്പകം, അത് വൈറ്റ് ചെമ്പകം കേട്ടോ. അതിൽ പക്ഷേ ഒരു തവണ അത് ഫ്ലവർ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തോ അതിൻ്റെ വളർച്ച അത്ര തന്നെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് ചെടിയാണ് ആന്തൂറിയം എന്ന് പറയുമ്പോൾ അത് പല കളറുണ്ട്, പക്ഷേ എൻ്റെ കയ്യിലൊരു ലിവർ കളറുണ്ടായിരുന്നു, പക്ഷേ അത് പോയി. ഇത് ഒരു പീച്ച് കളർ റോസ് കേട്ടോ. നിറച്ച് മുട്ടുണ്ട്, പക്ഷേ ഫ്ലവറൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇത് വളരെ പോപ്പുലറായിട്ടുള്ള മരിസ്ട്രോമ എന്ന് പറയും നമ്മളവിടെയൊക്കെ. ഇത് നിറച്ച് ഫ്ലവറാട്ടോ. ഇത് ഞാൻ 8 കമ്പ് വെച്ചതിൽ 2 കമ്പേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലൊന്നാണിത്. പക്ഷേ ഒരെണ്ണം ഞാൻ വേറൊരാൾക്ക് കൊടുത്തു, പക്ഷേ അത് പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് വലിയ മരം പോലെ ആവും, പക്ഷേ എൻ്റെ വീട്ടിൽ ഇത്ര ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് വഴിയിലൊക്കെ ഒന്ന് നോക്കി. വഴിയൊക്കെ വളരെ വിജനമാണ്, ആരുമില്ല. നല്ല വെയിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ്. കണ്ടില്ലേ, ഫുൾ നല്ല ബ്രൈറ്റായിട്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ വന്നിട്ട് വർക്കിന് പോകേണ്ടതുകൊണ്ട് പിന്നെ കുറച്ച് വാഷിങ്ങും ഒക്കെ ചെയ്തു. ഇപ്പം വെയിലായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായിരുന്നു. മീൻസ് നമുക്ക് വെയിലായതുകൊണ്ട് ഞങ്ങളുടെ അവിടെ വെയിൽ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചൂടൊന്നുമില്ല. ജസ്റ്റ് ഇപ്പം നാട്ടിലോട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ അവിടുത്തെ ചൂടൊക്കെ ഇവിടെ ഒരു 12 മണി 2 മണി ആകുമ്പോഴേ വരുള്ളൂ. അപ്പം ഇടുക്കിയിലൊക്കെ ഉള്ളവർക്കാകുമ്പോൾ അതറിയാൻ പറ്റും. തുണിയൊക്കെ ഉണങ്ങണമെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിലേ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേനും ഉണങ്ങി കിട്ടത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇന്ന് കുറേ ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു. അതെല്ലാം അലക്കി വിരിച്ചു. പിന്നെ ഈ വെയിലെന്ന് പറയുന്നത് ഈ മരം ഫുള്ളുള്ളതുകൊണ്ട് അങ്ങനെ വെയിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ വെയിലുള്ളവരെ നോക്കിയിട്ട് നമ്മൾ അയ കെട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കാറ്റെന്ന് പറയുകയാണെങ്കിൽ കാറ്റ് വന്നാൽ ഈ ഡ്രസ്സ് ഫുള്ള് താഴെ പോകും. അപ്പം ഇവിടെ ഡ്രസ്സ് ഉണങ്ങാൻ ഭയങ്കര പാടാണ്. ജനുവരി ഒക്കെ ആകുമ്പോൾ നല്ല കാറ്റായിരിക്കും. അപ്പോൾ വെളിയിൽ കാറ്റുമായിരിക്കും, മഞ്ഞുമായിരിക്കും. അപ്പോൾ വെളിയിലൊന്നും ഡ്രസ്സ് ഇട്ട് ഉണങ്ങാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നേരെ കയറി വന്നു. ഇന്ന് ഫുഡ് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. അതൊക്കെ ചെയ്തു. പിന്നെ വർക്കിന് പോകാനായിട്ട് മേക്കപ്പൊക്കെ ചെയ്യണ്ടേ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി ഒക്കെ ചെയ്തു. പിന്നെ വന്നിട്ട് ഇതെൻ്റെ കമ്മൽ കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡ്രസ്സിന് ചേരുന്ന ഒരു കമ്മൽ ഞാൻ തന്നെ സെലക്ട് ചെയ്തു. പിന്നെ അത് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കി അതിട്ടു. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ഫുഡെല്ലാം എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആക്ച്വലി അടുത്തത് ഗോവയിൽ നിന്ന് വാങ്ങിയൊരു ക്ലിപ്പാട്ടോ. ആക്ച്വലി കണ്ട ക്യൂരിയോസിറ്റിക്ക് വാങ്ങിയതാണ്, പക്ഷേ അതെൻ്റെ മുടിയിൽ അത് ചേരില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്തത് എൻ്റെ ചാർജർ. ഒരിക്കലും ഞാൻ ഫോൺ ഫുൾ ചാർജ് ചെയ്യാറേ ഇല്ല, അതുകൊണ്ട് ഇപ്പോഴും ചാർജറിൻ്റെ കൂടെയാണ്. പിന്നെ ഒരു ബുക്ക്, ഇത് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് വാങ്ങിയതാട്ടോ. അപ്പോൾ ഫ്രീ ടൈം വായിക്കാനായിട്ട്. പിന്നെ എനിക്കിന്ന് അവിടെ നിന്നൊരു ലിഫ്റ്റ് കിട്ടി. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നു. ഇതെൻ്റെ കൊളീഡാണ്, ആളുടെ പേര് സേതു. അപ്പം വണ്ടി സ്റ്റാർട്ടാവാണ്ട് നിന്നപ്പോൾ ഞാൻ വന്ന് കയറിപ്പോയി. അപ്പം ഞാൻ ജസ്റ്റ് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് പ്ലേസിൽ വന്നു. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.